കേന്ദ്ര സർക്കാർ ഫണ്ട് വിനിയോഗിക്കാത്തതിൽ വീഴ്ച ചൂണ്ടിക്കാട്ടി സർക്കാരിന് കത്തയച്ച് നബാർഡ് 900 കോടി രൂപയിൽ സർക്കാർ ഇതുവരെ കൈപ്പറ്റിയത് 215 കോടി രൂപ മാത്രം. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ സംസ്ഥാനം വിനിയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയത് 685 കോടി രൂപയാണ്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടുന്ന തക്കത്തിനൊക്കെ നിലവിളിയാണ് നമ്മുടെ സർക്കാർ. ഇപ്പോൾ സർക്കാർ നൽകിയ ഫണ്ട് വിനിയോഗിക്കാത്തതിലാണ് ചർച്ച. ആ വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ് നബാർഡ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഖി, നമുക്കറിയാം സംസ്ഥാനത്തെ പല പദ്ധതികളും നടപ്പാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് മൂലമാണ്. അതുപോലെ കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെയാണ് ഇതുവരെ സംസ്ഥാനത്ത് പല പദ്ധതികളും നടപ്പായിട്ടുള്ളത്. ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേന്ദ്ര ഫണ്ടുകൾ നിലനിൽക്കുമ്പോൾ അത് വിനിയോഗിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള വാർത്തയാണ് ജനൻ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് എന്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നാലും ഏത് വകുപ്പിലാണെങ്കിലും അതിനുള്ള ഫണ്ട് കേന്ദ്രം നൽകുന്നില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതാണ് ഈ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മറ്റു മന്ത്രിമാരും. എന്നാൽ അത് വസ്തുതാവിരുദ്ധമെന്നും ഒപ്പം തന്നെ ആ ഫണ്ടുകൾ, കേന്ദ്രം നൽകുന്ന ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കാതെ അത് പാഴാക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നബാർഡ് തന്നെ 900 കോടി രൂപയാണ് സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾക്കായിട്ട്, കൃഷി വകുപ്പിലെയും ഒപ്പം തന്നെ തദ്ദേശ വകുപ്പുകളിലെയും പലതരത്തിലുള്ള പദ്ധതികൾക്കായിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ ഇതുവരെ ആകെ ഉപയോഗിച്ചിട്ടുള്ളത് 215 കോടി രൂപ മാത്രമാണ്. ഇനി ബാക്കിയുള്ളതിൽ 685 കോടി രൂപ സ്വീകരിക്കാതിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇത് സ്വീകരിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, ഈ ഫണ്ട് സ്വീകരിക്കുന്നതിനടക്കമുള്ള നടപടിക്രമങ്ങൾ തുടരണമെന്നുമൊക്കെ നബാർഡിലെ ഉദ്യോഗസ്ഥർ തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളിലെ മേലധികാരികൾക്ക് കത്ത് നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള ആ ഫണ്ട് വിനിയോഗിക്കുവാൻ തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും നടത്തുന്നില്ല എന്നുള്ളതിന് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും, അതായത് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കി അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നതെന്നുള്ള റിപ്പോർട്ട് ഇതുവരെ തയ്യാറാക്കുവാൻ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കൃഷി വകുപ്പിലൊപ്പം തന്നെ ഈ വാഹന വകുപ്പിലെയൊക്കെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഫണ്ടുണ്ട്. എന്നാൽ ആ ഫണ്ട് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഫണ്ട്, കേന്ദ്രം നൽകുന്ന ഫണ്ട് കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സാഹചര്യം ഇവിടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. ആ തദ്ദേശ തിരഞ്ഞെടുപ്പ് മൂലമാണ് ഈ ഫണ്ടുകൾ, റിപ്പോർട്ടുകൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഫണ്ടുകൾ വാങ്ങിക്കാൻ സാധിക്കാത്തതെന്നുള്ളൊരു ന്യായീകരണമാണ് ഈ വകുപ്പുകളിലെയൊക്കെ മിക്ക ഉദ്യോഗസ്ഥരും പറയുന്നത്. ഡിസംബർ 21 ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 100 ദിവസം പോലുമില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുവാനോ ഈ വിവിധ വകുപ്പുകളിലെ കൃത്യമായിട്ടുള്ള വികസനം അടക്കമുള്ള പല പദ്ധതികൾ നടപ്പാക്കാനോ സാധിക്കുന്നില്ല എന്ന് ഒരു ഭാഗത്ത് ന്യായീകരണം പറയുമ്പോൾ, കേന്ദ്ര സർക്കാർ നബാർഡ് വകുപ്പ് തന്നെ നിങ്ങൾ ഈ ഫണ്ട് വാങ്ങിക്കണം, സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം, പദ്ധതികൾ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്, ഇത് നിസ്സാരവൽക്കരിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് ആകെ 215 കോടി രൂപയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കൃഷി വകുപ്പിലെയും മറ്റു വകുപ്പുകളിലെയും ഒക്കെ കൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ, പദ്ധതികൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇത് വൈകിപ്പിക്കുന്നതിന്റെ ഒരു സാഹചര്യം, അത് വേഗത്തിലാക്കി നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് പ്രയോജനപ്രദമാകുന്ന, ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന, കൃഷിക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന പല പദ്ധതികളും നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. രാഖി, ശരി വീണ, എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നബാർഡ് കത്തയച്ചു എന്നുള്ളതാണ്. 900 കോടി രൂപയിൽ സർക്കാർ ഇതുവരെ 215 കോടി രൂപ മാത്രമാണ് കൈപ്പറ്റിയത് എന്നുള്ളതാണ്. നമുക്കറിയാം, സാമ്പത്തിക വർഷമൊക്കെ അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിലൊരു കത്ത് വരുന്നത് എന്നുള്ളതാണ്.